ഇംഗ്ലണ്ടിൽ ലോക്ക്ഡൗൺ റെസ്ട്രിക്ഷൻസിലൊക്കെ ചെറിയ ഇളവ് വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യ കാര്യത്തിനല്ലാതെ നമുക്ക് പുറത്തിറങ്ങാൻ ഇപ്പോൾ അനുവാദമുണ്ട്. അതുകൊണ്ട് ഞങ്ങളൊന്ന് വൈകുന്നേരമായപ്പോൾ പുറത്തിറങ്ങിയതാണ്. കൂടാതെ ഇവിടെ ലിവർപൂളിൽ റിവർ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഔട്ട്ഡോർ ആർട്ട് ഇൻസ്റ്റലേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പുറത്തിറങ്ങിയതാണ്. ഞാൻ നിഷ, ഞാൻ ദിലീപ്. വണ്ടർസ്കേപ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഉർസുല ലാസോസ് ദ മൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റലേഷനാണ്. ഇപ്പോൾ ഇരുട്ടാവാത്തതുകൊണ്ട് അതിൻ്റെത് മുഴുവൻ നമുക്ക് മനസ്സിലാവണില്ല. പക്ഷേ മൂണിനെ കയറിട്ട് പിടിച്ച പോലെ ഒരു ഇൻസ്റ്റലേഷനാണ്. അപ്പം അങ്ങനെ ഈ റിവർ ഓഫ് ലൈറ്റ് ട്രെയിൽ ലിവർപൂൾ സിറ്റി സെൻറ്ററിൽ തന്നെയാണ്. 11 ഇൻസ്റ്റാളേഷൻസാണ് ഇവിടെ ഉള്ളത്. അത് ഈ പയർ ഹെഡും ഈ സിറ്റി സെൻറ്ററിലെ പ്രമുഖരായിട്ടുള്ള സ്ഥലങ്ങളും ഒക്കെയാണ്. അതെ, വാട്ടർ ഫ്രണ്ട് കേന്ദ്രീകരിച്ചിട്ടാണ് ഈ ഇൻസ്റ്റലേഷൻസ് മുഴുവൻ ഉള്ളത്. ഏകദേശം 2 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ മൊത്തം ട്രെയിൽ ഉള്ളത്. അപ്പോൾ അത് വൈകുന്നേരം 6:30 മുതൽ 10:30 വരെയാണ് ഓൺ ആവുക. കാരണം സൺസെറ്റിന് ശേഷമാണല്ലോ ലൈറ്റ്സ് നമുക്ക് ക്ലിയർ ആയിട്ട് വിസിബിൾ ആവുക. നല്ല ഇൻട്രസ്റ്റിംഗ് ആണെന്ന് വായിച്ചു. അപ്പോൾ നമുക്കതൊക്കെ എന്തൊക്കെയാണെന്ന് കാണാം. ഇത് ലൈറ്റ് വിഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റലേഷനാണ്. ഇസ്രായേലിൽ നിന്നുള്ള ഒരു ആർട്ടിസ്റ്റ് ഉണ്ടാക്കിയൊരു ഇൻസ്റ്റലേഷനാണ്. ഇവിടെ എന്താ വെച്ചാൽ ഡാൻഡിലയൺ എന്ന് പറഞ്ഞ പൂവ് എടുത്ത് ഊതി പറപ്പിച്ച് നമ്മൾ വല്ലതും വിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ വിഷ് നടക്കും എന്നാണ് വിശ്വാസം. അപ്പോൾ നമ്മൾ നല്ല കാര്യങ്ങൾ ആലോചിച്ച് വിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല തോട്ട്സായിട്ട് ലോകം മുഴുവൻ വ്യാപിച്ച് തിരിച്ച് നമ്മളിലേക്ക് തന്നെ ആ നന്മ തിരിച്ചു വരും എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ ഇൻസ്റ്റലേഷനിലൂടെ അവർ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റലേഷനാണ്. എന്ത് രസമറിയോ അതിങ്ങനെ കാണാൻ. ആ ലൈറ്റ്സിൻ്റെ ആ പ്ലേ മൂവ്മെൻറ്റ് സെൻസ് ചെയ്യണ ഒരു ഇൻസ്റ്റലേഷനാണ് തോന്നുന്നു. എന്തായാലും ഒരു വിഷ്വൽ ട്രീറ്റാണ് കേട്ടോ കാണാൻ. നമ്മളുടെ പ്രകൃതി, സോഷ്യൽ ലൈഫ് അതൊക്കെ തമ്മിലുള്ള കണക്ഷൻ നമുക്ക് നഷ്ടപ്പെട്ടു. പക്ഷെ കൂട്ടായ പരിശ്രമത്തിലൂടെ അതൊക്കെ വീണ്ടെടുക്കാം എന്നുള്ളൊരു സന്ദേശമാണ് ഈ ഇൻസ്റ്റലേഷനിൽ കൂടെ അവർ പറയാൻ ശ്രമിക്കുന്നത്. ഒരു വാക്ക്വേ പോലെയാണ്. നിറച്ച് LED ബൾബ്സൊക്കെ ആയിട്ട് നല്ല കളർഫുള്ളായി ഒരു അതർ വേൾഡ്ലി ഫീലിംഗ് ഉണ്ട് കേട്ടോ. സൂപ്പർ. റെയിൻബോ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ ഇൻസ്റ്റലേഷനാണ്. ഇത് 75 അടി നീളവും 30 അടി ഉയരവുമാണ് ഉള്ളത്. പിന്നെ എന്നുള്ള ലൈറ്റ് കാരണം ആ റെയിൻബോ കളേഴ്സ് അത്ര ക്ലിയർലി വിസിബിൾ അല്ല. പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എക്സലൻ്റ് ആണ്. ഇടയ്ക്കിടയ്ക്ക് കളറൊക്കെ ചേഞ്ച് ആവുന്നുണ്ട്. സംഭവം നല്ല അടിപൊളിയാട്ടോ. പക്ഷേ ക്യാമറയിൽ അത്ര നന്നായിട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല.
വാവ്. എല്ലായിടത്തും നല്ല തിരക്കന്നെ കേട്ടോ. പക്ഷേ പൊതുവേ അവരൊരു വൺ വേ സിസ്റ്റം പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒന്നും വലിയ കാര്യമായിട്ട്. ചിലരൊക്കെ മാസ്ക് ഇട്ടിട്ടുണ്ട്, ചിലർ ഇട്ടിട്ടില്ല. നമ്മളും തിരക്ക് വരുമ്പോഴുണ്ട്, അല്ലാത്തപ്പോൾ ഊരി മാറ്റും. അങ്ങനെയൊക്കെ പോണു. ഓൾ ഇൻ ബാലൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റലേഷനാണ്. ഈ കൊറോണ കാലത്ത് നമ്മൾ ഏറ്റവും അധികം മനസ്സിലാക്കിയത് പ്രകൃതിയുമായിട്ട് ഒത്തുപോകേണ്ട ആവശ്യകതയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രകൃതി എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സന്ദേശമായിട്ടാണ് ഈ ഇൻസ്റ്റലേഷൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല വലിയ കൂറ്റൻ പൂമ്പാറ്റകൾ, കൂറ്റൻ പൂക്കളും പുല്ലുകളുടെ ഇടയിൽ നിന്ന് പൊന്തി വരുന്ന ഒരു ഫീലാണ് ഇത് കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നത്. സ്പ്രിങ് വരണു, അല്ലെങ്കിൽ ഇതൊരു ഹോപ്പ് എന്നുള്ള ഒരു സന്ദേശമാണ് ഈ ഇൻസ്റ്റലേഷനിൽ കൂടെ നമുക്ക് തരാൻ അവർ ശ്രമിക്കണത്. അബ്സോർബ്ഡ് ബൈ ലൈറ്റ് എന്ന് പറഞ്ഞ ഇൻസ്റ്റലേഷൻ ലിവർപൂൾ വാട്ടർ ഫ്രണ്ടിൽ തന്നെയാണ് ഉള്ളത്, നമ്മുടെ ആൽബർട്ട് ഡോക്കിൻ്റെ ഒക്കെ മുമ്പിലായിട്ട്. ആക്ച്വലി 3 എണ്ണം ഉണ്ട്. ഇതിലെന്താ ഒരു സിഗ്നിഫൈ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ പാൻഡമിക്കിൻ്റെ കാലത്ത് സ്ക്രീൻസ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നതിനെ ഡിപ്പിക്റ്റ് ചെയ്യും. മൊബൈലും ലാപ്ടോപ്പും ഒക്കെ ആയിട്ട് നമ്മൾ വെർച്വൽ വേൾഡിലാണ് ഇപ്പോൾ ഏറ്റവും അധികം സമയം സ്പെൻഡ് ചെയ്യുന്നത്, റിയൽ വേൾഡിനേക്കാളും. അപ്പോൾ അത് ഷോ ചെയ്യണ ഒരു ഇൻസ്റ്റലേഷനാണ് ഇത്. ഇത് ടോക്കിംഗ് ഹെഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റലേഷനാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2 തലകളുണ്ട്. അവർ സംവദിക്കുന്നത് ലൈറ്റിൽ കൂടെയാണ്. നമുക്കിങ്ങനെ നോക്കി നിന്ന് കഴിഞ്ഞാൽ വിവിധ ഭാവങ്ങൾ അവരുടെ മുഖത്ത് മിന്നിമായണത് കാണാം. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇൻസ്റ്റലേഷനായിട്ട് തോന്നി. ഓരോ തലയിലും ഏകദേശം 4000 LED ബൾബ്സാണ് ഉള്ളത്. ഇത് നമുക്കൊക്കെ പരിചയമുള്ള ഒരു കളിക്കോപ്പാണ്, സ്ലിങ്കി. ഇത് വെച്ച് നമ്മളൊക്കെ കളിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഭീമാകാരമായ ഈ സ്ലിങ്കി കാണുമ്പോൾ നമുക്ക് ഒരു തരം ഗൃഹാതുരതയും അതേസമയം ഒരു അവിശ്വസനീയതയും തോന്നും. സാധാരണ നമ്മുടെ ടോയ്സൊക്കെ വളരെ ചെറുതല്ലേ ഉണ്ടാവുക, നമ്മൾ വലുതും. ഇവിടെ നേരെ വിപരീതമാണ്. ഈ സ്ലിങ്കി വളരെ വലുതും നമ്മൾ താരതമ്യേന ചെറുതും. അപ്പോൾ ഒരു ആലിസ് ഇൻ വണ്ടർലാൻഡിലെത്തിയ പ്രതീതിയാണ്. ഇത് എക്സ്പൊണൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റലേഷനാണ്. ലൂസിഡ് ക്രിയേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു UK ബേസ്ഡ് ആർട്ടിസ്റ്റാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ആത്മപരിശോധനയ്ക്കുള്ള ഒരു അവസരമാണ് ഈ ഇൻസ്റ്റലേഷൻ നമുക്ക് പ്രദാനം ചെയ്യുന്നത്. നമ്മുടെ ഇടപെടലുകൾ പ്രകൃതിയിലും സമൂഹത്തിലും വരുത്തിയ സ്വാധീനങ്ങളെയാണ് ഈ ഒരു ഇൻസ്റ്റലേഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത് ഒരു ക്യൂബാണ്.
അതിങ്ങനെ വായുവിൽ പറന്ന് നടക്കണ പോലെ, ഫ്ലോട്ട് ചെയ്തിരിക്കണ പോലെയാണ്. ഒരു 3.5 അടി വലുപ്പമുള്ള ഫ്രെയിംസ് ഉണ്ട്. ഒരു ഇൻട്രസ്റ്റിംഗ് പെർസ്പെക്റ്റീവാണ്. ആൾക്കാരുടെ മൂവ്മെൻ്റ് അനുസരിച്ച് അത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്കിങ്ങനെ നോക്കി നിന്നാൽ കാണാണ്ട് ഓരോ മൂവ്മെൻറ്റിനനുസരിച്ചും അതിൻ്റെ കളേഴ്സ് ചേഞ്ച് ആവുന്നുണ്ട്, മൂഡ് ചേഞ്ച് ആവുന്നുണ്ട്. അങ്ങനെ നമ്മൾ റിവർ ഓഫ് ലൈറ്റിൻ്റെ ലാസ്റ്റ് ഇൻസ്റ്റലേഷൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആക്ച്വലി ഞങ്ങൾ ഒരു ദിവസത്തിന് മുമ്പേ ഇത് കൂടെ നടക്കാൻ വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വിചാരിച്ചു ഇത് എന്താ ഇങ്ങനെ സ്ട്രീറ്റിൽ ഇങ്ങനെ ഒരു സംഭവം എന്നൊക്കെ. പിന്നെ വിചാരിച്ചു ഇവിടെ കുറേ ഫിലിംസൊക്കെ ഷൂട്ട് ചെയ്യാറുള്ളതാണ്, അപ്പോൾ അങ്ങനെ വല്ല ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള വല്ല സംഭവമാവും എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഈ റിവർ ഓഫ് ലൈറ്റിൻ്റെ കാര്യങ്ങൾ വായിച്ചപ്പോഴാണ് മനസ്സിലായോ അതാണ് സംഭവം. ഇതിനെക്കുറിച്ചാണ് ഞാൻ പറയണത്. കുറേ തുണി തോരട്ടിട്ടുണ്ട് വഴിയിൽ. ഈ ഇൻസ്റ്റലേഷൻ്റെ പേര് നെയ്ബർഹുഡ് എന്നാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ തുണി തോരട്ട അങ്ങനത്തെ സംഭവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഹോംലി ഫീലല്ലേ. അപ്പോൾ ഇത് റെപ്രസെൻ്റ് ചെയ്യണത് ഈ സിറ്റിയിലെ മൾട്ടി എത്നിക് പോപ്പുലേഷനെയാണ്. എല്ലാവരും ഒരുമയോടുകൂടി കഴിയണ ഒരു എന്താ പറയുക, അല്ലെങ്കിൽ ഒരുമയോടെ കൂടെ കഴിയണ്ട എന്നുള്ളതിനെ ഹൈലൈറ്റ് ചെയ്യാണ് ഈ ഇൻസ്റ്റലേഷനിൽ കൂടെ അവർ ചെയ്യണത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ബാക്കി കണ്ടതിലൊക്കെ ഭയങ്കര ലൈറ്റിങ്സും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകത തോന്നിയിരുന്നു. ഇത് കൈൻഡ് ഓഫ് ഓർഡിനറി, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കാണുന്ന പോലത്തെ കാഴ്ചകളാണ്. ഒരു പക്ഷേ അതാവും അതിൻ്റെ പ്രത്യേകതയും, അല്ലെങ്കിൽ നമുക്കൊരു കണക്റ്റ് തോന്നണതോ അതാവാം. അപ്പോൾ ഇതൊക്കെയാണ് റിവർ ഓഫ് ലൈറ്റ് ട്രെയിലിൻ്റെ വിശേഷങ്ങൾ. ഏകദേശം 2 മണിക്കൂർ എടുത്തു ഞങ്ങൾക്കത് നടന്ന് മുഴുവൻ കാണാൻ വേണ്ടി. തണുപ്പുണ്ട്, പക്ഷെ എങ്കിലും ഒരു നല്ല ചേഞ്ചായി. എന്താ വെച്ചാൽ കുറേ കാലം കഴിഞ്ഞിട്ടാണ് പുറത്തൊരു ഔട്ടിങ്ങും ഒരു ആക്ടിവിറ്റി പോലെ ഇവിടെ എനിക്ക് 3 മാസമായിട്ടുണ്ടാവും അറ്റ്ലീസ്റ്റ്. പിന്നെ കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് പുറത്ത്. അപ്പോൾ ആകപ്പാടെ ഒരു ലൈഫ് തിരിച്ചു വന്ന പോലെയാണ് ഇപ്പോൾ തോന്നിയത്. അതുമാത്രമല്ല ഈ ഇൻസ്റ്റാളേഷൻസും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഒരു ഡിഫറൻസാണ്, അതിൽ പല അർത്ഥങ്ങളും ഉണ്ട് എന്നാണ് മനസ്സിലാക്കിയത്. പിന്നെ പക്ഷെ ലൈറ്റ് ആയതുകൊണ്ട് നമുക്ക് എത്ര അത് ഈ ക്യാമറയിൽ രാത്രി ക്യാപ്ചർ ചെയ്യാൻ പറ്റിയെന്ന് അറിയില്ല, എങ്കിലും മാക്സിമം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണിച്ചതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണു. ഞങ്ങളെന്തായാലും പറഞ്ഞല്ലോ നന്നായി എൻജോയ് ചെയ്തു. കാരണം വലിയൊരു റിലീഫാണ് പുറത്തിറങ്ങിയപ്പോൾ. എന്തായാലും കൂടുതൽ കാഴ്ചകളുമായിട്ട്, വ്യത്യസ്തമായ കാഴ്ചകളുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിച്ചാൽ ഒരു ലൈക്ക് അടിക്കുക. അടുത്ത തവണ കാണുന്നവരേക്കും ടേക്ക് കെയർ, സ്റ്റേ സേഫ്, ബൈ.